Hello friends. ഇന്നലെ നടന്ന PSC കമ്മീഷൻ യോഗ തീരുമാനത്തിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായിട്ട് യോഗ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ മാർച്ച് 1 വരുന്ന ഗസറ്റഡിൽ ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായിട്ടാണ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2019 അപ്പോൾ അന്ന് ഈ എക്സാമിന് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കാത്തവർക്കും അതുപോലെ എക്സാം ഡേയിൽ നിങ്ങളുടെ അശ്രദ്ധ മൂലം 1-2 മാർക്കിന് ഈ അവസരം നഷ്ടപ്പെട്ടവർക്കും ഇതാ വീണ്ടും ഈ അവസരം വന്നിരിക്കുകയാണ്. അതൊരു ഗ്ലാമർ പോസ്റ്റാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വാളിഫിക്കേഷൻ വരുന്നത് ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, ബയോടെക്നോളജി, ഓയിൽ ടെക്നോളജി, അഗ്രികൾച്ചർ സയൻസ്, വെറ്റിനറി സയൻസ്, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി എന്നിവയിൽ ഡിഗ്രിയാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അതല്ല, നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2019 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അന്നത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം സാലറി സ്കെയിൽ വരുന്നത് 27,800 മുതൽ 59,400 ആയിരുന്നു അന്നത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സാലറി സ്കെയിൽ. ഇതിപ്പോൾ റിവൈസ് ആയിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് എക്സാം നടന്നത് 2019 നോട്ടിഫിക്കേഷൻ പ്രകാരമായിരുന്നു. ഇപ്പോൾ ഇതിന് റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 9/6/2022 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പോൾ ഏകദേശം 1.5 വർഷത്തോളം ആയിട്ടുണ്ട് ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട്. അപ്പോൾ ഇനി 1.5 വർഷത്തോളം കാലാവധിയുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഈ 1.5 വർഷക്കാലം കൊണ്ട് 55 അഡ്വൈസ് ആണ് ടോട്ടൽ ഇതുവരെ പോയിട്ടുള്ളത്. അപ്പോൾ ഇനിയും അഡ്വൈസ് പ്രതീക്ഷിക്കാം. അപ്പം ഇനി 1.5 വർഷങ്ങൾക്ക് ശേഷം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരാനായിട്ടാണ് ഇപ്പോൾ എക്സാം നടക്കുന്നത്. ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാൽ അന്ന് ആ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നത് 58 മാർക്കായിരുന്നു. അതുപോലെ 72.33 മാർക്കായിരുന്നു ഫസ്റ്റ് റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിക്ക് നേടിയത്. ടെസ്റ്റിന് കിട്ടിയ മാർക്കാണിത്. ഇൻ്റർവ്യൂ ഉള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കോടെ ആഡ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ നിങ്ങളുടെ മാർക്ക് വരിക. മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 114 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 28,000-ഓളം ആളുകളായിരുന്നു ആപ്ലിക്കൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് സോർട്ട് ചെയ്ത് 114 എന്ന ഈ സംഖ്യയിലോട്ട് എത്തിയത്. അപ്പോൾ കോമ്പറ്റീഷൻ ലെവൽ അത്യാവശ്യമുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും ആപ്ലിക്കൻസ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത്തവണ. ഇനി നമുക്ക് ഈ പോസ്റ്റിൻ്റെ സിലബസ് ഡീറ്റെയിൽസ് നോക്കാം. ഫുഡ് ടെക്നോളജി 15 മാർക്ക്, ഡയറി ടെക്നോളജി 5 മാർക്ക്, വെറ്റിനറി സയൻസ് 5 മാർക്ക്, ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസിൽ നിന്നും 15 മാർക്ക്, ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസിൽ നിന്നും 15 മാർക്ക്, മൈക്രോബയോളജിക്കൽ ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെക്ട്സിൽ നിന്നും 10 മാർക്ക്, അഗ്രികൾച്ചർ സയൻസിൽ നിന്നും 5 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിൽ റൈറ്റ്സിൽ നിന്നും 10 മാർക്കുള്ള ചോദ്യങ്ങളുണ്ടാവും. അതുപോലെ മെൻ്റൽ എബിലിറ്റി ആൻഡ് ടെസ്റ്റ് റീസണിങ്ങിൽ നിന്നും 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷിൽ നിന്നും 10 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. ഇത് സിലബസിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ്. ഇപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അവൈലബിൾ ആണ്. മാർച്ച് 1 ഗസറ്റിൽ PSC ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു 7-8 മാസം തന്നെ എക്സാമിന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഒരു 1-2 മാർക്കിന് വേണ്ടി പുറത്തായവർക്കും അല്ലെങ്കിൽ പുതുതായിട്ട് ഇനിയും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്കും എന്തുകൊണ്ടും സമയം ഉണ്ടാവും. നമുക്കൊരു 8 മാസം ഈ സിലബസ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏണസ്റ്റ് അക്കാദമി ലാസ്റ്റ് ഒരു അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 വേണ്ടിയിട്ട് ഒരു ഇൻറ്റൻസീവ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അവിടെ നടന്നു വരുന്നത്. അപ്പം നമ്മൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് ക്ലാസ്സുകളും ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്യാനും അതുപോലെ ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ അവസരം പാഴാക്കരുത്. അപ്പോൾ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന വഴി നിങ്ങൾക്ക് ഈ സിലബസിലെ ഓരോ ടോപ്പിക്കിലെ അണ്ടറിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന കാര്യത്തിൽ കൃത്യമായ ഗൈഡൻസ് നൽകുന്നു. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒരു 8 മാസത്തോളം ആയിരിക്കും നമുക്കിനി എക്സാമിനായിട്ട് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം, അത് ഏതൊക്കെ റെഫറൻസ് യൂസ് ചെയ്യാം, എങ്ങനെ തുടങ്ങിയ എല്ലാ ഗൈഡൻസും നിങ്ങൾക്ക് ആ വെബിനാറിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് ഈ പറയുന്ന എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാവുന്നതാണ്. അത് മാത്രമല്ല, മാക്സിമം മോഡൽ ടെസ്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഈ കാലയളവിനുള്ളിൽ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ എക്സാം നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞാലും എക്സാമിൻ്റെ ആ ദിവസം നിങ്ങൾക്ക് വേണ്ട പ്രിപ്പറേഷൻ ഇല്ല, അല്ലെങ്കിൽ ഈ മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുള്ളൊരു ശീലം ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു നെർവസിൽ നമുക്ക് ചിലപ്പോൾ മാർക്കുകൾ നഷ്ടമാകാം. അങ്ങനെ അവസരം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു ഗൈഡൻസ്, നല്ലൊരു ഗൈഡൻസ് വേണം. മാത്രമല്ല മാക്സിമം മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ ടോപ്പിക്സിനും അണ്ടറിൽ നമുക്ക് മാക്സിമം മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ പഠന നിലവാരം അളക്കാനായിട്ട് മാക്സിമം റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. അങ്ങനെ ധാരാളം ഫീച്ചേഴ്സാണ് നമ്മുടെ ഈ കോഴ്സിനുള്ളത്.
ANS അക്കാദമി കണ്ടക്ട് ചെയ്യുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് ഞാനൊരു ഗൂഗിൾ ഫോം കൊടുക്കാം. നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നമ്മുടെ ആ വെബിനാറിൽ ഈ പറഞ്ഞ ഓരോ ടോപ്പിക്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി ആയിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഈ അവസരം മിസ്സാക്കരുത്. ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.